സജി. ഞാനിവിടെ കോട്ടയം അമലഗിരിയിൽ എൻ്റെ ഹൈഡ്രോപോണിക്സ് യൂണിറ്റിലാണ് നിൽക്കുന്നത്. ഇത് റൺ ചെയ്യുന്നത് ഞാനും എൻ്റെ വൈഫ് ഗ്രേസ് ആണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് ബാംഗ്ലൂരിലാണ്, BBM ആണ് പഠിച്ചത്. അതേപോലെ തന്നെ ഗ്രേസ് കെ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. അത് നിർത്തിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഈ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള വെജീസ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് ഓൾറെഡി കൃഷിയോട് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് തിരിയാനുള്ള കാരണം. നമുക്ക് ഇതുപോലെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ഏകദേശം 32 ലാക്സോളം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ് ആണ്. കൂടുതൽ ഹെൽത്തും വെയിറ്റ് ലോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ജിമ്മിൽ പോകുന്ന ആൾക്കാരും അങ്ങനെയുള്ളവരാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വർക്ക് വരുന്ന ഈ പ്ലാന്റിൻ്റെ എല്ലാം ന്യൂട്രിയൻറ്റ് കറക്റ്റ് ആണോ നോക്കുക, അതേപോലെ pH സൊല്യൂഷൻ കറക്റ്റ് ആണോ നോക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ഹാർവെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും ഓരോ ഹാർവെസ്റ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ കപ്പും പോട്ടും എല്ലാം തന്നെ മര്യാദയ്ക്ക് കഴുകി വൃത്തിയാക്കി അടുത്ത ട്രാൻസ്പ്ലാന്റിന് റെഡിയാക്കുക എന്നുള്ളതാണ് ഈ ഹൈഡ്രോപോണിക്സിൻ്റെ നമ്മുടെ മെയിനായിട്ട് മെജോറിറ്റി ആയിട്ടുള്ള വർക്കുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ സോയിങ് തൊട്ട് ഹാർവെസ്റ്റ് വരെ ഏകദേശം 30 to 35 ഡേയ്സാണ് നമുക്ക് വരുന്നത്. നമ്മളിവിടെ ചെയ്തു വരുന്നത് മെയിനായിട്ട് ലെറ്റ്യൂസും ലീഫീസാണ്. അതിൽ ലെറ്റ്യൂസിൻ്റെ അടിയിൽ ഓക്ക് ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയും ഐസ്ബർഗ്, ലൊല്ലോ ബയോണ്ട, ലൊല്ലോ റോസ എന്നുള്ള വെറൈറ്റീസാണ്. ലീഫിൽ വരുന്നത് എൻഡൈവ്, കെയിൽ, പാലക്, ചൈനീസ് ക്യാബേജ്, ആ ഒരു വെറൈറ്റികളാണ് നിലവിൽ പോകുന്നത്. നമുക്ക് ഏകദേശം 7-8 വെറൈറ്റി ലെറ്റ്യൂസും അതേപോലെ 7-8 വെറൈറ്റി ലീഫീസും വരുന്നുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് ഓരോ വീക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിവിടെ മെയിനായിട്ട് NFT ചാനലുകളിലാണ് ലെറ്റ്യൂസും ലീഫീസും ഗ്രോ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ട്രഫ് സിസ്റ്റം ഉണ്ട്. ട്രഫിൽ മെയിനായിട്ട് നിൽക്കുന്നത് കുക്കുംബറും ക്യാപ്സിക്കം, അതേപോലെ തന്നെ ചെറി ടൊമാറ്റോ, ഇതൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. നിലവിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് കുക്കുംബറാണ്. ചെറി ടൊമാറ്റോ ഇടയ്ക്കൊന്ന് ചെയ്തായിരുന്നു. ഇപ്പോൾ അടുത്ത ഹാർവെസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കുക്കുംബറാണ് പോകുന്നത്. നമ്മൾ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നത് ഒരു സോയിൽലെസ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ്. ഇതിൽ സോയിൽ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ മെയിനായിട്ട് വാട്ടറിൽ തന്നെയാണ് എല്ലാം തന്നെ ഗ്രോ ചെയ്യുന്നത്. റണ്ണിങ് വാട്ടർ ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്താണ് നമ്മളിത് ചെയ്തു വരുന്നത്. വാട്ടറിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ പെസ്റ്റിസൈഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതേ ഇല്ല. നമ്മളത് യൂസ് ചെയ്യാറില്ല. നമ്മൾ ഫുള്ളി ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ഒന്നും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫാമിംഗ് പ്രാക്ടീസസ് ആണ്. കാരണം വെള്ളത്തിൻ്റെ ഇതാണെങ്കിലും സാധാരണ മണ്ണിൽ ചെയ്യുന്നതിനേക്കാളും നേരെ പകുതിനേക്കാളും കുറവാണ് നമുക്കിവിടെ വാട്ടർ യൂസേജ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വേസ്റ്റ് വരുന്നത് നമുക്ക് പെസ്റ്റിസൈഡ് അയക്കേണ്ട, മൊത്തം ഓർഗാനിക്കായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കിതൊരു ബിസിനസ്സിന് ഉപരി ചെടികൾ നല്ല പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാത്ത വെജിറ്റബിൾസും ലീഫീസും നമുക്ക് പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ കൊച്ചിനാണെങ്കിലും ഞാൻ ഡയറക്റ്റ് ചെയ്തെടുത്ത് കൊടുക്കാറേ ഉള്ളൂ. കുക്ക് ചെയ്ത് ഒന്നും ചെയ്യാറില്ല. ഡയറക്റ്റ് ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. അത്രയ്ക്ക് ഉറപ്പാണ്, അത്രയ്ക്ക് ഫ്രഷാണ് സാധനം. അതുകൊണ്ട് നമുക്ക് കുട്ടികളിലേക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഫ്രഷായിട്ട് പേടിക്കാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു സോഷ്യൽ സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ളവരിലേക്കും ഇതുപോലെ പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള സാധനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയും കൂടെ ആണല്ലോ. അതൊക്കെ വെച്ചാണ് നമ്മളിത് ടോട്ടലി റൺ ചെയ്ത് പോകുന്നത്. ഹൈഡ്രോപോണിക്സ് മെയിനായിട്ട് വിദേശത്തുള്ള നല്ല രീതിയിൽ ചെയ്തു വരുന്നത്. ഇത് ഇസ്രായേലി ടെക്നോളജിയാണ്. അവിടെ പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ രാജ്യത്തും ഇപ്പോൾ നല്ല രീതിയിൽ ലാർജ് സ്കെയിലിൽ ചെയ്തു വരുന്ന ഒരു ഇതാണ്. അത് നമ്മുടെ കൊച്ചു നാട്ടിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ആക്ച്വലി ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ആൾക്കാർ ലീഫീസ് പൊതുവെ ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. കാരണം അവർക്ക് വിശ്വസിച്ച് മേടിക്കാനായിട്ടുള്ള ഒരു സ്ഥലം പൊതുവേ കിട്ടാറില്ല. എല്ലാവർക്കും പേടിയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായ സ്ഥിതിക്ക് എല്ലാവർക്കും അറിയാമോ എല്ലാത്തും പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നത് നമ്മളൊരു പുതിയൊരു ഫുഡ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ട്രയലിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ചെറിയ ഇലകളിൽ നിന്ന് ഇത്രയും വലിയൊരു ഇതിലേക്ക് എത്തുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമുള്ളൊരു ഇതാണ്. ഫാം പ്രത്യേകിച്ച് നിറഞ്ഞ് വെറൈറ്റി ആയിട്ടുള്ള ലീഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ തന്നെ നമുക്ക് ഒരു സന്തോഷം നൽകുന്നൊരു ഇതാണ്.